ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്നും നോക്കുന്നത് ഫയർ സോങ്, മൈ ഒപ്പീനിയൻ, ഫയർ സോങ്ങിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. സൂര്യയുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ എന്നത്. ചിത്രം ദീപാവലിക്ക് മുന്നോടിയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ അതിലെ ഫയർ സോങ് എന്ന ഗാനം അണിയറ പ്രവർത്തകർ സൂര്യയുടെ ജന്മദിനമായ ജൂലൈ 23 പുറത്തുവിട്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കാണുമ്പോൾ ഏകദേശം 4.5 മില്യൺ 4.5 മില്യൺ വ്യൂസും കടന്ന് ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ഫയർ സോങ്. അപ്പോൾ ഫയർ സോങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫയർ സോങ് ആദി നേരുപ്പേൻ തുടങ്ങുന്ന ലിറിക്സാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിവേകയാണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് DSP ദേവിശ്രീ പ്രസാദാണ്. തെലുങ്കിലെ മുൻനിര മ്യൂസിക് ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം. അല്ലു അർജുനൊക്കെ നിരവധി ഹിറ്റ് സോങ്ങുകൾ സമ്മാനിച്ചൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം സൂര്യയ്ക്ക് വേണ്ടിയും വർക്ക് ചെയ്തിട്ടുണ്ട്. സിംഗം സീരീസിൽ സിംഗം 1, സിംഗം 2 എല്ലാം അദ്ദേഹമായിരുന്നു മ്യൂസിക് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം സൂര്യയും തമ്മിലുള്ള മൂന്നാമത്തെ ചിത്രമാണ് കങ്കുവ എന്നത്. സോങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ലിറിക്സ് ആയിട്ടാണ് തോന്നിയത്. കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഒരു വലിയ കുഴപ്പമില്ല എന്ന രീതിയിലുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. ഒരു 50-50 ആവറേജ് റിയാക്ഷനാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ അത് പൊളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നൈറ്റ് എഫക്റ്റ്, ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളും, സൂര്യയുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു ലുക്ക്, പണ്ട് കാലത്തെ ആ ഒരു രാജാവ്, ആ ഒരു മോഡലിലുള്ള ഒരു ലുക്കും സ്റ്റണ്ണിങ് ലുക്കെല്ലാം കൂടെ ആകുമ്പോഴേക്കും നൈറ്റ് എഫക്റ്റ് എല്ലാം കൂടെ ആകുമ്പോൾ തിയേറ്ററിൽ ഈ സോങ് പൊളിക്കാനുള്ള ചാൻസ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കേട്ടപ്പോഴത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും പക്ഷേ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പാട്ടിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പ്രേം രക്ഷിതാണ്. 4 പേര് ചേർന്നാണ് ഈ സോങ് ആലപിച്ചിരിക്കുന്നത്. മഹാലിംഗം, സെന്തിൽ ഗണേഷ്, ദീപ്തി സുരേഷ്, ഒരാളും കൂടിയുണ്ട്, ഒരാളും കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ 4 പേര് ചേർന്നാണ് ഈ സോങ് ആലപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ K. ജ്ഞാനവേൽ രാജ, സൂര്യയുടെ കസിനാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സിരുത്തെ ശിവ. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രം അണ്ണാത്തെ വൻ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് ആകുമെന്നാണ് ബോളിവുഡ് ആരാധകർ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് ആകുമെന്നാണ്. രാജ്യത്തിന് തുടർച്ചയായ നിരവധി ഹിറ്റുകൾ കൊടുത്തൊരു ഡയറക്ടറാണ് അദ്ദേഹം. വിശ്വാസവും വേതാളവും വീരവും എല്ലാം ഹിറ്റായിരുന്നു. പിന്നെ കാർത്തിക്ക് വലിയൊരു ഹിറ്റ് കൊടുത്ത ഡയറക്ടറാണ് സിരുത്തെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പാക്ക് ആയിരിക്കും. അതോടൊപ്പം സൂര്യയുടെ എതിർക്കുന്നുണ്ടവൻ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. അപ്പം സൂര്യയ്ക്കും ഒരു ഹിറ്റ് അനിവാര്യമായൊരു ടൈമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും രണ്ടുപേരുടെയും ഒരു കമ്പാക്ക് ആയിരിക്കുമെന്നാണ് എല്ലാവരും ഹിറ്റ് നോക്കുന്നത്. ഏതായാലും ഫയർ സോങ് തിയേറ്ററിൽ പൊളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.